dears, welcome back to Silent Learning. It's me Sri Bhama SB. So that നിങ്ങളെ ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ പുതിയൊരു അക്കാഡമിക്കുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇതാ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിസ് എന്ന് വന്നത് നിങ്ങളുടെ എക്സ്പ്ലോറിംഗ് മിക്സേഴ്സ് ആൻഡ് സെപ്പറേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആകുന്ന ടോപ്പിക്കാണ്, എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ വരുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്ക് ഈച്ച് ആൻഡ് എവറി പോയിന്റ് ക്ലിയർ ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാം. റെഡി അല്ലേടാ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും ജസ്റ്റ് ഒരു സിമ്പിൾ ലൈഫ് എക്സ്പീരിയൻസ് തുടങ്ങാം. നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സോൾട്ട് വാട്ടറിലിട്ട് ഡിസോൾവ് ചെയ്യുന്ന പരിപാടി. ഈവൻ നിങ്ങളുടെ ഒരു സോൾട്ട് ലൈമാണ് ഉണ്ടാക്കുന്നത് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ സോഡയാണ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ കുറച്ച് സോൾട്ട് ഇടും, അതിൽ കുറച്ച് ലൈം ആഡ് ചെയ്യും, കുറച്ച് സോഡ ആഡ് ചെയ്യും, സെറ്റായിട്ട് സോഡ വാട്ടർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും ഇല്ലേ? അപ്പോൾ ഈ വാട്ടറിനകത്ത് ഷുഗർ ഡിസോൾവ് ചെയ്ത് സെറ്റ് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഞാൻ വിചാരിച്ചു എനിക്കത് ഡിസോൾവ് ചെയ്തതിന് ശേഷം എനിക്കിങ്ങനെ വേണ്ട, എനിക്കതിനെ സെപ്പറേറ്റ് ചെയ്യണം. അപ്പം ഇങ്ങനെയാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത സാധനങ്ങൾ സെപ്പറേറ്റ് ചെയ്തത്. സോ മിക്സ്ചേഴ്സിനെ സെപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സുകളുണ്ട് ഇല്ലേ? നിങ്ങൾ ക്രോമാറ്റോഗ്രാഫി അല്ലെങ്കിൽ സബ്ലിമേഷൻസ്, പിന്നെ അതേപോലെ തന്നെ ഡിസ്റ്റിലേഷൻസ്, അങ്ങനെ പലതും നിങ്ങൾ ടോപ്പിക്സുകൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ടുള്ള ഡിസ്റ്റിലേഷനെ പറ്റിയിട്ടാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തുടങ്ങാം. കോമൺ സോൾട്ട് സൊല്യൂഷൻ is taken in round water flask. On heating the solution, which component evaporate? എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കടാ. നോർമലി നമുക്ക് സോൾട്ട് വാട്ടർ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് സോൾട്ട് സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ പെട്ടെന്ന് ബ്രെയിൻ വെച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മളൊന്ന് ഹീറ്റ് ചെയ്താൽ മതി. ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് അവിടെ സോൾട്ട് മാത്രമായിട്ട് കിട്ടില്ലേ? നമ്മൾ മോസ്റ്റ്ലി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഏതാ ചോദിച്ചാൽ പറയാൻ പറ്റും, ഹീറ്റിംഗ് അല്ലെങ്കിൽ ഇവാപ്പറേഷൻ ചെയ്താൽ മതി മിസ്സേ. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സോൾട്ടിനെ മാത്രം സെപ്പറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ വിച്ച് സബ്സ്റ്റൻസ് വിൽ റിമെയിൻ ദ ഫ്ലാസ്ക്? വാട്ട് ഈസ് ദ റീസൺ? സോൾട്ട് ആണ്, കാരണം അത് എന്ത് ചെയ്യില്ല, ഇവാപ്പറേഷൻ ചെയ്യാത്ത സബ്സ്റ്റൻസ് ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലേ? വാട്ട് ഹാപ്പൻസ് ടു ദ വാട്ടർ വേപ്പർ? ഇറ്റ് പാസസ് ത്രൂ ദ കണ്ടൻസർ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഹീറ്റ് ചെയ്യുന്നതിന് പകരം ഇതേപോലെ നമ്മൾ ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് ഈസി ആയിട്ട് അത് സെപ്പറേറ്റ് ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതേപോലെ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് എടുത്ത് അവിടെ നമ്മൾ മിക്സ്ചർ ആയിട്ടുള്ള എന്തെടുക്കുകയാണ്, സോൾട്ട് പ്ലസ് വാട്ടർ മിക്സ് ചെയ്തിട്ടുള്ള മിക്സ്ചർ നമ്മൾ എടുക്കുകയാണ്. എന്നിട്ട് നമ്മളത് ഹീറ്റ് ചെയ്യാണ്. ഹീറ്റ് ചെയ്തിട്ട് നേരെ നമ്മൾ കണ്ടൻസറിലോട്ട് കൊടുക്കുകയാണ്. കണ്ടൻസറിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇവിടെ വാട്ടർ മാത്രം സെപ്പറേറ്റും സോൾട്ട് മാത്രം ഇവിടെ സെപ്പറേറ്റും ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, വൈ കണ്ടൻസർ? എന്തിനാണ് നമ്മൾ കണ്ടൻസർ അവിടെ യൂസ് ചെയ്യുന്നത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഈ പറഞ്ഞ വാട്ടർ വേപ്പർ ആണ്. ഇങ്ങനെ ചൂടാക്കി ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വാട്ടർ വേപ്പേഴ്സ് അങ്ങനെ പോകുന്നു അല്ലെ? വാട്ടർ വേപ്പേഴ്സ് പോയി നേരെ പോകുന്നത് നമ്മുടെ കണ്ടൻസർ എന്ത് ചെയ്യുന്ന വെച്ചാൽ അത് ഹീറ്റ് ചെയ്ത് കൂൾ ചെയ്യുക, അങ്ങനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പോകുന്ന വേപ്പർ ഇങ്ങനെ വേപ്പർ ആയിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ, നമുക്കത് വാട്ടർ ആയിട്ട് കളക്ട് ചെയ്യണം. കാരണം വി നീഡ് ടു സെപ്പറേറ്റ് ഈച്ച് അതർ അല്ലേ? രണ്ടും നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം, ഈച്ച് ആൻഡ് എവറിത്തിങ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. സോ സോൾട്ട് വേറെ വാട്ടർ വേറെ സെപ്പറേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് കണ്ടൻസറിലോട്ട് നമ്മൾ കടത്തി വിടുമ്പോൾ ഈ വേപ്പർ ആയിട്ട് പോയിട്ടുള്ള സാധനത്തെ നമ്മൾ കൂൾ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് അത് വാട്ടർ ആയിട്ട് തന്നെ നമുക്ക് ഡിസ്റ്റിലേറ്റ് ചെയ്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ കണ്ടൻസർ എന്ന് പറയുന്ന ഒരു പോയിന്റ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിലേഷൻ ഈസ് യൂസ്ഡ് വെൻ ദർ ഇസ് എ ലാർജ് ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ കമ്പണന്റ് ഓഫ് മിക്സ്ചർ. മെയിൻ കാര്യം ബോയിലിംഗ് പോയിന്റ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഈ പോയിന്റ് എഴുതിയാലേ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ബോയിലിംഗ് പോയിന്റ് നിങ്ങൾക്കറിയാം, വാട്ടർ ഇപ്പൊ ബോയിൽ ചെയ്യുക പറയുമ്പോൾ എങ്ങനെയാണ്, 100 ഡിഗ്രി സെൽഷ്യസിലാണ് വാട്ടർ ബോയിൽ ആവുക. എന്ന് വെച്ചാൽ വാട്ടർ ഹീറ്റ് ഒക്കെ കൊടുത്ത് ഒരു ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, ബോയിൽ ചെയ്യാൻ തുടങ്ങും. ദാറ്റ് മിനിമം ടെമ്പറേച്ചർ എന്താണ്, അത് ബോയിൽ ചെയ്യുന്ന ലിക്വിഡിന് ഗ്യാസ് സ്റ്റേറ്റിലോട്ട് മാറുന്ന ആ ഒരു മിനിമം ടെമ്പറേച്ചറിനെ നമുക്ക് വേണമെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയാം. അത് ബോയിൽ ചെയ്ത് തുടങ്ങി നമ്മൾ പറയും, അത് വാട്ടറിന് 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഇതേപോലെ സോൾട്ടും വാട്ടറിനും ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് അല്ലെ അതിന്റെ ടെമ്പറേച്ചർ ഡിഫറൻസും കാര്യങ്ങളും വരുന്നത്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ക്രൂഡ് ഓയിലിന്റെ കേസിൽ നോക്കിയാലും നമുക്കത് സെപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പെട്രോളിയം പ്രോഡക്ട്സുകളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടല്ലേ സെറ്റ് ചെയ്തേക്കുന്നത്. അതിൽ നിന്ന് ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഡിസ്റ്റിലേഷൻ മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 miscible liquids can be separated by heat in the mixture until the liquid with a lower boiling point vaporize. കണ്ടോ, സംഭവം ഇത്രയേ ഉള്ളൂ. ബോയിലിംഗ് പോയിന്റിന്റെ ഡിഫറൻസിനനുസരിച്ച് നമ്മൾ അത് സെപ്പറേറ്റ് ചെയ്തു. ഇപ്പോൾ വാട്ടർ പെട്ടെന്ന് വേപ്പർ ആയിട്ട് പോകുന്നത് പെട്ടെന്ന് അത് ബോയിലിംഗ് പോയിന്റ് റീച്ച് ചെയ്തോണ്ടാ അല്ലെ? പെട്ടെന്ന് റീച്ച് ചെയ്തു, ഒരു പെട്ടെന്ന് പോയി അതെന്താണ്, അതിനെ കൂൾ ചെയ്ത് കണ്ടൻസറിൽ വെച്ച് കൂൾ ചെയ്യിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്തു, കളക്ട് ചെയ്യാണ് ചെയ്തത്. അപ്പൊ ഹോമോജീനിയസ് ആയിട്ടുള്ള മിക്സ്ചേഴ്സ്, ഇപ്പൊ സോൾട്ട് വാട്ടർ രണ്ടും കൂടെ മിക്സ് ചെയ്ത സോൾട്ട് വാട്ടർ എന്താ, ഹോമോജീനിയസ് ആണ്.
കാരണം അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റില്ല. സോൾട്ട് എവിടെ വാട്ടർ എവിടെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈച്ച് ആൻഡ് എവറിത്തിങ് ഒരു യൂണീക് ഫോർമാറ്റിലാണ്, അല്ലെങ്കിൽ യൂണിഫോം ഫോർമാറ്റിലാണ്. അപ്പോൾ യൂണിഫോം ഫോർമാറ്റിലുള്ള മിക്സേഴ്സിനെ നമ്മൾ ഹോമോജീനിയസ് മിക്സേഴ്സ് എന്ന് പറയും അല്ലേ. ഒരേപോലെ എല്ലാവരുടെയും ഒരേപോലെ ആയിരിക്കും. അങ്ങനെയുള്ള 2 ഇമിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സുകളെ ഒക്കെ ഉണ്ട് വിചാരിച്ചോ. അപ്പോൾ 2 ലിക്വിഡ്സുകളാണ് നമ്മൾ മിക്സ് ചെയ്തതെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, അതിനെ നമുക്ക് എന്ത് ചെയ്യാം, മിസിബിൾ ആയിട്ടുള്ള 2 ലിക്വിഡ്സുകളെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് വി നീഡ് ടു സെപ്പറേറ്റ് ഈച്ച് അതർ. അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വെരി ഈസി മെത്തേഡ് ഉണ്ട്, ദാറ്റ് ഈസ് ഡിസ്റ്റിലേഷൻ അക്കോർഡിംഗ് ടു ദ ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റിന്റെ ഡിഫറൻസിനനുസരിച്ച് അല്ലേ. ദ വേപ്പർ ഇസ് ദെൻ കൂൾ ടേൺ ബാക്ക് ഇൻ ടു ലിക്വിഡ്. അപ്പം നമ്മൾ പോയ വേപ്പറിനെ കൂൾ ചെയ്ത് കണ്ടൻസർ വഴി കൂൾ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ ലിക്വിഡ് ഫോർമാറ്റിലോട്ട് മാറ്റാണ്. ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് ഡിസ്റ്റിലേഷൻ. സോ ഇറ്റ് അലൂസ് ടു റിക്കവറി ദ സോൾവെന്റ് ഓർ ദ സെപ്പറേഷൻസ് ഓഫ് ലിക്വിഡ് ദാറ്റ് ഡിഫർ ഇൻ ബോയിലിംഗ് പോയിന്റ് ബൈ അറ്റ്ലീസ്റ്റ് അബൌട്ട് 25 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 25 ഡിഗ്രി സെൽഷ്യസിൽ ഡിഫറൻസെങ്കിലും ഉണ്ടെങ്കിലാണ് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്നാണ് അവർ പറയുന്നത്. അപ്പം നമുക്ക് ഇത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ചോദിക്കാം. നമ്മൾ മെയിൻ കാര്യം നോക്കുന്നത് ബോയിലിംഗ് പോയിന്റ് തന്നെയാണ്. ദാറ്റ് ഡിഫറൻസ് വെച്ചിട്ട് നമുക്കൊരു 25 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ദ മെത്തേഡ് ക്യാൻ ഓൾസോ ബി യൂസ് ഫോർ സെപ്പറേറ്റ് ലിക്വിഡ് ഫ്രം എ സൊല്യൂഷൻ കണ്ടെയ്നിങ് ഡിസോൾവ്ഡ് സോളിഡ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ സോളിഡും ലിക്വിഡും ആയിട്ടുള്ള സാധനമാണെങ്കിലും ഓക്കെ, നമ്മൾ സോൾട്ട് പ്ലസ് വാട്ടർ സോളിഡ് ലിക്വിഡ് ആണല്ലോ, അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ 2 ലിക്വിഡ്സുകളാണെങ്കിലും നമുക്ക് ചെയ്യാം. മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സുകളാണെങ്കിലും വി ക്യാൻ യൂസ് ദ സെയിം മെത്തേഡ് അല്ലെ. നമുക്ക് തന്നെ സെയിം മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പം ഡ്യൂറിംഗ് ദി പ്രോസസ് വേപ്പേഴ്സ് ഓഫ് ദ ലോവർ ബോയിലിംഗ് പോയിന്റ് ആർ പാസ് ത്രൂ ദ കണ്ടെയ്നർ വെയർ ദേ കൂൾഡ് യൂഷ്വലി ബൈ സർക്കുലേറ്റിംഗ് വാട്ടർ ഓർ എയർ കണ്ടൻസ്ഡ് ആസ് പ്യുവർ ലിക്വിഡ്. അപ്പം നമ്മൾ ഈ പോയ വേപ്പറിനെ ഈസി ആയിട്ട് ലിക്വിഡ് ഫോർമാറ്റിലോട്ട് നമുക്ക് മാറ്റാം, കണ്ടൻസർ വഴി മാറ്റാൻ പറ്റും. ആൻഡ് ദ പ്യുവർ ലിക്വിഡ് ഇസ് കളക്റ്റഡ് ഇൻ സെപ്പറേറ്റഡ് വെസൽ വൈൽ ദ സോളിഡ് ആൻഡ് അതർ ലിക്വിഡ്സ് ഫ്രം ദ മിക്സ്ചർ റിമെയിൻ ദ ഡിസ്റ്റിലേഷൻ ഫ്ലാസ്ക്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സോൾട്ട് വാട്ടർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സോൾട്ട് വാട്ടറിൽ ഇതിപ്പോൾ സോൾട്ട് വാട്ടർ ആണെങ്കിൽ ഇതിൽ വാട്ടർ ഇങ്ങനെ വേപ്പറായിട്ട് പോയി കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഈ കണ്ടൻസർ വഴി ഇങ്ങനെ കൊടുത്തു എന്ന് വിചാരിച്ചോ. അത് കൂൾ ചെയ്ത് നമ്മൾ വാട്ടർ ഫോർമാറ്റിൽ തന്നെ ആക്കി നമുക്ക് എന്ത് ചെയ്യാം, ഒരു വാട്ടർ ഫോർമാറ്റിൽ തന്നെ അതിനെ കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ ഡിസ്റ്റിലേഷൻ പ്രോസസ്സിലുണ്ട്. സോ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് സെറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അസറ്റോണും വാട്ടറും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് തരുവാണ്. നിങ്ങളോട് പറയുന്നു യെസ് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തോളൂ, ബട്ട് വൈ നിങ്ങൾ യൂസ് ചെയ്യും, അയ്യോ മിസ് ഇത് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന ചോദിച്ച സംഭവം അത്രയേ ഉള്ളൂ. ഡിസ്റ്റിലേഷൻ വഴി വി ക്യാൻ യൂസ് ഡിസ്റ്റിലേഷൻ അല്ലേ. എങ്ങനെയാ, the mixture of acetone and water can be separated by distillation because the boiling point different ആണ്. അസറ്റോണിന്റെ പോലെയല്ല വാട്ടറിന്റെ അല്ല അസറ്റോൺ. സോ ദാറ്റ് ഈസ് there is a difference. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഡിസ്റ്റിലേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അസറ്റോൺ ബോയിൽ ചെയ്ത് 56 ഡിഗ്രി സെൽഷ്യസ്. കണ്ടോ, അസറ്റോണിന് വെറും 56 ഡിഗ്രി സെൽഷ്യസ് മതി, പക്ഷെ വാട്ടറിന് അത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആലോചിച്ച് നോക്കുക, വാട്ടറും അസറ്റോണും നോക്കുന്ന സമയത്ത് അസറ്റോണിന് 56 കിട്ടിയാൽ തന്നെ ഒരു ബോയിൽ ചെയ്യാൻ തുടങ്ങി, വേപ്പറായിട്ട് പോകാൻ തുടങ്ങി, ലിക്വിഡിൽ നിന്ന് വേപ്പറായിട്ട് മാറി തുടങ്ങി. പക്ഷെ അതേസമയം വാട്ടറിന് 100 കൊടുത്ത് നമ്മൾ ഹീറ്റ് ചെയ്യണം, അപ്പോഴേ അത് എന്ത് ചെയ്യുള്ളൂ, ലിക്വിഡിൽ നിന്ന് ഗ്യാസ് സ്റ്റേറ്റിലോട്ട് മാറുള്ളൂ. സോ ലാർജ് ഡിഫറൻസ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 50യും 56ഉം 100 അല്ലേ, നല്ല ഡിഫറൻസ് അവിടെ കാണാൻ പറ്റില്ലേ. അറൗണ്ട് പറയുകയാണെങ്കിൽ 44 ഡിഗ്രി സെൽഷ്യസിന്റെ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും അല്ലേ. സോ ദാറ്റ് മീൻസ് വേപ്പറൈസ് ബിഫോർ ദ വേപ്പേഴ്സ് ഓഫ് ദ അതർ ലിക്വിഡ് ടു ഫോം സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് അല്ലേ. അപ്പൊ ഇതിൽ നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അസറ്റോൺ പെട്ടെന്ന് തന്നെ വേപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റും. കാരണം അതിന്റെ ബോയിലിംഗ് പോയിന്റ് കുറവാണ്. boiling point comparatively less ആണ് comparing to the water. So that's why acetone പെട്ടെന്ന് ഹീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, പോകാൻ തുടങ്ങും. പിന്നെയാണ് വാട്ടർ ബോയിൽ ആവുള്ളൂ. സോ അസറ്റോൺ വേഗം പോയി നമ്മൾ കൂൾ ചെയ്ത് നേരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ വാട്ടർ ഫ്ലാസ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വാട്ടർ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഡിസ്റ്റിലേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ, നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ ആലോചിച്ചാൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് അല്ലേ. ഒരു സിമ്പിൾ ട്രിക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ലിക്വിഡിനെ ഹീറ്റ് ചെയ്ത് വേപ്പർ ആക്കുന്നു, ആ വേപ്പറിനെ കൂൾ ചെയ്ത് ലിക്വിഡ് ആക്കുന്നു. സംഭവം ഇത്രയേ ഉള്ളൂ. ലിക്വിഡ് രണ്ടും LVL എന്ന് പഠിച്ചാൽ മതി. LVL എന്താണ്, ലിക്വിഡ് വേപ്പർ ലിക്വിഡ്, ലിക്വിഡ് വേപ്പർ ലിക്വിഡ്. ഇതേ പ്രോസസ് തന്നെ നമ്മൾ ഹീറ്റ് ചെയ്തതിനെ കളയുന്നില്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എന്തോ ഒരു വേസ്റ്റ് ആണത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് കൂൾ ചെയ്യുന്നു, എഗെയിൻ കൂൾ ചെയ്ത് സെറ്റ് ചെയ്ത് ലിക്വിഡ് ഫോമിലായിട്ട് ആയി മാറ്റി ഡിസ്റ്റിലേഷൻ ചെയ്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് കംപ്ലീറ്റ് പ്രോസസ് എന്ന് പറയുന്നത്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്ലാസ്ക് എടുക്കുന്നു, ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ അതിൽ അസറ്റോൺ വാട്ടറാണ് ഹീറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ നോക്കാനാണ് തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ എന്തിനാണ്, നമുക്കറിയാം ടെമ്പറേച്ചർ ഡിഫറൻസ് നോക്കാൻ വേണ്ടിയാണ് തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്, ഡിവൈസ് യൂസ് ചെയ്യുന്നത്. സോ അത് കഴിഞ്ഞ് നേരെ കണ്ടൻസറിലോട്ട് പോകുന്നു. അവിടെ എന്താണ്, ഇതേപോലെ നമ്മൾ കണ്ടൻസ് ചെയ്തെടുത്തതിന് ശേഷം ആദ്യം ഫസ്റ്റ് നമ്മൾ അസറ്റോൺ ആണ്
സെറ്റ് ആക്കുക. കാരണം ബോയിലിംഗ് പോയിന്റ് കമ്പാരിറ്റീവ്ലി ലെസ് ആയതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വാട്ടർ സെപ്പറേറ്റഡ് ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്റ്റിലേഷൻ ചെയ്ത് ഈസിലി നമുക്ക് മിസിബിൾ ആയിട്ട് ലിക്വിഡ്സ് ആകാം, അല്ലെങ്കിൽ ലിക്വിഡ് സോളിഡ് ആവാം, ഏതാണെങ്കിലും ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. റെഡി അല്ലേടാ മക്കളെ? അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇത് അത്ര സിമ്പിൾ അല്ല, കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഇയറിൽ അക്കാഡമിക് ഇയറിൽ പഠിക്കാനുണ്ട്. കാരണം ടെക്സ്റ്റ് ബുക്ക് കൂടെ ചേഞ്ച് ചെയ്തുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ ഡിഫിക്കൽട്ട് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട് എന്ന് മിസ്സിന് അറിയാം. അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് വേണമെങ്കിൽ അതിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ നിഞ്ച ബാച്ച്. അത് ഓൺലൈൻ ബാച്ചാണ്. വീട്ടിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എപ്പോൾ വേണമെങ്കിലും ക്ലാസ് കണ്ട് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡെയിലി ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പേൾ വീഡിയോസിന്റെ ആക്സസുകൾ ലഭിക്കണമെങ്കിൽ അങ്ങനെയും എല്ലാ കാര്യങ്ങളും നമ്മുടെ ബാച്ചിനകത്തുണ്ട്. അത് 3 രീതി പർച്ചേസിൽ ഓപ്ഷൻ ഉണ്ട്: ബേസ്, ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി പ്രോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കി സെലക്ട് ചെയ്യാം ഏതാണ് ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾ സെലക്ട് ചെയ്യുക, മാക്സിമം നിങ്ങൾ ജോയിൻ ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അക്കാഡമിക് ഇയർ അത്ര ഈസി ആയിട്ടുള്ളൊരു അക്കാഡമിക് ഇയർ അല്ല. ടെക്സ്റ്റ് ബുക്കിൽ വേരിയേഷൻസ് ഉണ്ട്, അത്യാവശ്യം ടഫാണ്, നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ തന്നെയാണ് ഓരോന്നിനും നോക്കുമ്പോൾ, ടോപ്പിക് വൈസ് നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ജോയിൻ ചെയ്യുന്നവർ നോക്കി ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് ബാച്ചിലുണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. അവിടെ കാണാം. ബൈ.